മലയാള ചരിത്രവേദിയിലെ ഏതാനും ചില താരങ്ങളുടെ ശബ്ദാനുകരണത്തിന് ലോകത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹരമായ ശബ്ദം ഒരുക്കുന്നത് മിസ്റ്റർ പ്രജിത്താണ്. പ്രജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ പ്രജിത്ത്. പ്രജിത്ത് നമ്മുടെ മത്സരവേദികളിൽ മാത്രമല്ല മറ്റ് റിയാലിറ്റി ഷോകളിലും അതുപോലെ തന്നെ ഇതുപോലുള്ള മെഗാ ഷോകളിലും ഒരുപാട് താരങ്ങളുടെ ശബ്ദം അനുകരിക്കാറുണ്ടെന്ന് ഞങ്ങൾ അറിയും. അപ്പോൾ ഏതാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്? ആദ്യമായിട്ട് ഏത് താരത്തിന്റെ ശബ്ദമാണ് അനുകരിക്കുന്നത്? ചേട്ടാ ആദ്യമായിട്ട് ചെയ്യുന്നത് കാവ്യ മാധവന്റെ ഇന്റർവ്യൂ വോയിസ്. കാവ്യമാധവന്റെ യഥാർത്ഥ വോയിസ് ആയിരിക്കും അല്ലേ? സിനിമയിലെ ഡബിംഗ് അല്ലാത്ത കാവ്യമാധവന്റെ യഥാർത്ഥ വോയിസ് ആണ്. ഒരു ഇന്റർവ്യൂവിലൂടെയുള്ള കാവ്യമാധവന്റെ വോയിസ് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, കാവ്യമാധവൻ. എന്തോരോ ആൾക്കാരാ അവിടെ. അയ്യോ, സത്യം പറഞ്ഞാല് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലോട്ട് വരുന്നത് പൂക്കാലം വരവായി എന്നുള്ള കമൽ സാറിന്റെ ഫിലിമിൽ കൂടെ ആയിരുന്നു. പിന്നെ നായികാവേഷം ചെയ്യുന്നത് ചന്ദ്രദിക്കുന്ന സിനിമയിലാണ്. ലാലുച്ചേട്ടന്റെ ഫിലിമായിരുന്നു. ദിലീപേട്ടനായിരുന്നു ഹീറോ. എൻ്റെ ഏറ്റവും പുതിയ സിനിമ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. ഇതെല്ലാവരും പോയിട്ട് കാണണം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല, ഒക്കെ ദിലീപേട്ടനെ അറിയൂ. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്തതാരാണ്? ചേട്ടാ അടുത്തതായിട്ട് രേവതി. രേവതി എന്ന് പറയുമ്പോൾ ഏത് ചിത്രത്തിലെയാണ്? രേവതിയുടെ കിലുക്കം എന്ന ചിത്രത്തിൽ. കിലുക്കം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. കാരണം കിലുക്കം എന്ന സിനിമ ഒരു തവണയല്ല, അതിലേറെ തവണ കണ്ടവരാണ് നമ്മൾ എല്ലാവരും. അതിലെ ഓരോ താരങ്ങളും ശ്രദ്ധയാകർഷിച്ചവരാണ്. കിലുക്കം എന്ന ചിത്രത്തിലൂടെ രേവതി. പ്രധാനമന്ത്രി അപ്പൊ നീ കഴുത പറയാ എന്റെ അമ്മാവന്റെ വഹയല്ല ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വഹയാണ് ഹോട്ടലിൽ നിന്ന്. അപ്പൊ അവ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തിനെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കുട എടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തുകുത്തി. എന്റെ കുടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിലെറിഞ്ഞു, പൊട്ടിച്ചു. എന്നിട്ട് ഒരുത്തിനെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്ത എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെ അമ്മുമ്മനെ ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. അവനെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഇത്ര ചെയ്തുള്ളൂ. അതിനാണ് അവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഓക്കെ, താങ്ക് യു. വളരെ വളരെ മനോഹരം, വെരി ബ്യൂട്ടിഫുൾ. അടുത്ത ഏതാണ്? ചേട്ടാ ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ പറ്റി ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് കേൾക്കാം. ബിന്ദു പണിക്കർ. എടാ അശോക, പഠിപ്പ് എന്നെ പഠിപ്പ്. അവസാനം ബിഎ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. ഓക്കെ, ഇനി ആരാണ് വരേണ്ടത്? നമ്മുടെ തീർന്നു. അപ്പോ അടുത്ത ഏട്ടൻ, കമോൺ. ഇനി മലയാള ചരിത്രവേദിയിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില താരങ്ങളുടെ ശബ്ദാനുകരണവുമായി ദീപു എത്തുകയാണ്. വെൽക്കം മിസ്റ്റർ ദീപു. ആദ്യമായിട്ട് ആരുടെ ശബ്ദമാണ് അനുകരിക്കുന്നത്? ചേട്ടാ ഞാൻ ആദ്യമായിട്ട് സുരാജ് ചേട്ടന്റെ വോയിസ്. സുരാജ് വെഞ്ഞാറമൂട്. ഒരു കയ്യടി, സുരാജ് വെഞ്ഞാറമൂടിന് ഒരു കയ്യടി കൊടുക്കാം. ഓക്കെ, താങ്ക് യു. സുരാജ് വെഞ്ഞാറമൂടിന്റെ മനോഹരമായ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. എടാ അത് കാര്യമുണ്ട്. ഇന്റർവ്യൂ ചെയ്യണോമാരെന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി, അപ്പൊ അമ്മമാർ കാളപ്പിടിയിട്ടും. എന്തേരും അറിഞ്ഞൂടാ, മുഖത്തൊരുപാട് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തേക്ക് തള്ളി തള്ളി കയറി വരും. വിരോധമില്ലെങ്കിൽ അലാറോ അറബി അറിയില്ലല്ലേ കൂടെ വരാൻ. വളരെ മനോഹരമായിട്ടുണ്ട്, അടിപൊളി. അപ്പോ വെഞ്ഞാറമൂടിന്റെ വേറെ ഏതെങ്കിലും ശൈലിയിലുള്ള ശബ്ദമായിരിക്കും? സുരാജ് ചേട്ടൻ സ്റ്റേജ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, കുടിയന്റെ. കുടിയൻ. ഓക്കെ ഓക്കെ ഓക്കെ. എടേ പിടുത്തു ഓവറായി പോയി, ഒന്നും അറിയാൻ വയ്യ. നീയേ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വലിഞ്ഞു പിടിച്ച് കയറിയെന്ന്. അതുപോലെ ഒന്ന് ഊരി നോക്കിയാണ്. എന്റെ ഭഗവാനെ, എനിക്ക് ഊരണ്ട. ഇവന് നേരത്തെ വലിച്ച് കയറ്റാൻ തോന്നിയത്. എടേ ഇത് വന്ന്. ഓക്കെ, വേറെ ഏതെങ്കിലും ഉണ്ടോ വെഞ്ഞാറമൂടിന്റെ വേറെ ഏതെങ്കിലും വോയിസ്? പിന്നെ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരാജ് ചേട്ടൻ വേദിയിലേക്ക് എങ്ങനെ ആയിരിക്കും ശ്രദ്ധിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഇവന് മട അടങ്ങിയെന്ന്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. എന്നാ ചായ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണേ തള്ള. ഈ കിളവി എന്തര വിളക്കണേ. ഓക്കെ, താങ്ക് യു. അടുത്തതാരാണ്? അടുത്തായിട്ട് ഭീമൻ രഘു. ഭീമൻ രഘു. ഓക്കെ, ഭീമൻ രഘു. പുള്ളി ഒരു പദ്യപാരായണ വേദിയിലേക്ക് എത്താണ്. പദ്യപാരായണം. ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, മഹാകവി ഋഷഭാവയുടെ അമ്മച്ചി അതങ്ങ് തന്നേര് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ശൗവലിന് കുത്തിക്കോരിയ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ. യൗച്ചി മണ്ടേലെ ഉന്നയിന പാക്കയിലെ കിട്ടാനി വന്നാലും പുല്ല് കംപ്ലീറ്റ്.
ഓക്കെ, താങ്ക് യു. വളരെ മനോഹരൻ. അടുത്ത ഏതാണ്? അടുത്തായിട്ട് മനോജ് കെ ജയൻ. മനോജ് കെ ജയൻ. ഓക്കെ. ഞാനാ രാജസെൽവം, ഈ മുതലാളിയുടെ ഏക മകൻ, ഇവിടത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടിയനായ പുത്രൻ. നേരത്തെ പറഞ്ഞല്ലോ രാജരത്ന പിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാനത്തെ സംരംഭമെന്ന്. ആ വാക്കറം പറ്റും, ഒടുക്കത്തെ സംരംഭം. തള്ളയുടെ പേരും പറഞ്ഞ് തന്തേ കൂട്ടുപിട്ടി ചൊണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായിരിക്കുന്നു. മനോജ് കെ വോയിസ് ഒന്നും ഇതുവരെ മിമിക്രി വേദിയിൽ നമ്മൾ ആരും അനുകരിച്ച് കേട്ടിട്ടില്ല. വളരെ മനോഹരമായിട്ടുണ്ട്. അടുത്തതാണ്. തീർന്നോ? ദീപയുടെ വെടിമരുന്ന് തീർന്നു. ഇനിയിപ്പോ ആരാണത്? ഇനി ഇന്ദ്രജിത്തിന് ചെയ്യാം. ഇന്ദ്രജിത്ത്. ഓക്കെ, ഒരു നടൻ കൂടെ, ഇന്ദ്രജിത്ത്. താഴ്ന്നു നിന്നേ. എന്നെ മനസ്സിലായ? എവിടെ മനസ്സിലാവാൻ? അന്ന് എനിക്ക് 10-12 വയസ്സ്. അന്ന് തന്റെ പരാക്രമത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനെയാ. തനിക്കറിയോ, എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം മുഴുപ്പട്ടിണിയായിരുന്നു. മുഴുപ്പട്ടിണി. പട്ടിണി സഹിക്ക വയ്യാതെ എന്റെ അമ്മ എങ്ങാണ്ടെന്നാ വന്നൊരു വരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ടും കുമാരൻ ഈ തുറ വിട്ടു പോയില്ല. വള്ളത്തിൽ പോയും കൊണ്ടും കൊടുത്തു അങ്ങ് വളർന്ന്. ഞാൻ വളർന്നപ്പോ എന്റെ കുറുമ്പ് അങ്ങോട്ട് വളർന്ന്. ഇപ്പൊ എല്ലാരും വിളിക്കുന്ന കൊമ്പൻകുമാരെന്നാ. ഒരുപാട് തൊലത്തല്ലേ നമ്പൂരിച്ചൻ ചെല്ല്.